ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ് കേട്ടോ. സംസാരിക്കുമ്പോൾ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. ചെറിയൊരു പല്ലുവേദനയുണ്ട്. അപ്പോൾ ഒന്നൊരു വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഉള്ളൊക്കെ അടിച്ചു വാരി തുടച്ച് മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടാണ് ബാക്കിലേക്ക് വരുന്നത്. എപ്പോഴും ബാക്ക് സൈഡും എപ്പോഴും വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു കാറ്റും മഴയൊക്കെ വരാൻ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ലക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ, കാറ്റും മഴയൊന്നും കാര്യമായിട്ട് വരുന്നില്ല. ചെറിയൊരു മഴ വരും പോകുന്നല്ലാതെ, പക്ഷെ നല്ല കാറ്റുണ്ട്. ഈ കാറ്റ് കൊണ്ടുപോകാൻ തോന്നണം മഴനെ. ഇൻ്റർലോക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് മുറ്റം ബാക്ക് സൈഡും മുറ്റമൊക്കെ എല്ലാം മണ്ണ് തന്നെയാണല്ലോ. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത പുല്ലുകളൊക്കെ ഇങ്ങനെ മുളച്ചുകൊണ്ടേയിരിക്കും. എത്ര പറിച്ചു കളഞ്ഞാലും പിന്നെയും വരും. അപ്പോൾ ഞാൻ എപ്പോഴും മുറ്റമടിക്കുമ്പോൾ തന്നെ അത് ഇങ്ങനെ പറിച്ചു കളഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലാതെ ഇതിന് മാത്രമായിട്ട് നമുക്ക് സമയം കളയണ്ടല്ലോ. അപ്പോൾ കുറച്ച് സ്ഥലമേ ഉള്ളൂ, ആകെ 4 സെൻറ്റ് സ്ഥലം. അതിലൊരു കുഞ്ഞു വീടും കുറച്ച് ബാക്ക് സൈഡും കുറച്ച് ഫ്രണ്ടിലെ മുറ്റമായിട്ടാണ്. അത്രയേ ഉള്ളൂ നമ്മുടെ വീട്. അപ്പോൾ ക്ലീനിങ് ഡെയിലി ഇല്ല. ബാക്ക് സൈഡൊക്കെ ഞാനങ്ങനെ 2 ദിവസത്തിലൊരിക്കലൊക്കെ അടിച്ചു വരുള്ളൂ കേട്ടോ, കാരണം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ മറ്റേ അപ്പുറത്ത് ഒരു മരമുണ്ട് ബദാമിൻ്റെ, അതിലെ ഇലകൾ കൊഴിയാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഡെയിലി അടിക്കേണ്ടി വരുന്നത് കേട്ടോ. ഇല്ലെങ്കിലൊന്നും അങ്ങനെ കാര്യമായി ഒന്നും ഉണ്ടാവില്ല. പിന്നെ വെറുതെ അടിച്ചു വാരി സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 ദിവസത്തിലൊരിക്കലും അടിച്ചു വരുള്ളൂ കേട്ടോ. ബാക്ക് സൈഡ് കേട്ടോ. ഫ്രണ്ട് എപ്പോഴും അടിച്ചു വരും, ഉള്ളടിച്ചു വരും, തുടയ്ക്കും, അതൊക്കെ ഡെയിലി ചെയ്യും. ബാക്ക് സൈഡിലൊന്നും ഇല്ലാത്തതുകൊണ്ടേ, അതുകൊണ്ടാണ്. പിന്നെ 2 കുഞ്ഞ് സീതാരങ്ങ ചെടി ഉണ്ടായിട്ടുണ്ട്. കുറച്ച് ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സീതാരങ്ങ പഴത്തിൻ്റെ കുരു ഇട്ടിട്ടുണ്ടായതാണ്. കുറേ ചെടികൾ മുളച്ചു. ഞാനെല്ലാം പറിച്ചു കളഞ്ഞു. നമുക്ക് സ്ഥലമില്ല, അത് എവിടെ കൊണ്ടേ ഉണ്ടാക്കാനാ. അപ്പോൾ എന്നാലും എൻ്റെ അമ്മ കളയണ്ട നിർത്ത് എന്ന് പറഞ്ഞിട്ടേ, അതുകൊണ്ട് മാത്രം ഒരു 2 ചെടി ഞാൻ അവിടെ നിർത്തിയതാണ്. ബാക്കിയെല്ലാം ഞാൻ പറിച്ചു കളയുന്നത് അമ്മയ്ക്കറിയാം. എൻ്റെ വീട്ടിൽ സീതാരങ്ങ മരം ഉണ്ടായത് തന്നെ ഇതുപോലെ. എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലെ വീട്ടിൽ സീതാരങ്ങ പഴമുണ്ട്. അവിടെ നിറച്ചും ആളുകളാണ് കേട്ടോ. വലിയ കൂട്ടുകുടുംബമായിരുന്നു. അപ്പോൾ അവിടെ ഒരു സീതാരങ്ങ 2 സീതാരങ്ങയല്ലേ ഒപ്പം പഴുക്കുള്ളൂ. അത് കഴിക്കാൻ അവിടെ നിറച്ചും ആൾക്കാരാണ്. നമുക്കൊന്നും തരില്ല എന്നല്ല, തരാനുണ്ടാവില്ല. കാരണം അവിടെ വലിയ കൂട്ടുകുടുംബമാണല്ലോ. അപ്പോൾ നമുക്ക് തരാനുണ്ടാവില്ല. എന്നാലും അതിൽ നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് 2 കുരു 3 കുരുവൊക്കെ ആയിട്ട് അങ്ങനെ കുരുവാണല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ട് ഞാൻ അത് കൊണ്ട് കുഴിച്ചിട്ട് ആ ചെടി വലുതായതാണ്. ഇപ്പം മുറിച്ചിട്ട് പിന്നെ നിറച്ചും കുരുക്കൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ കുരു വലുതായി വലിയ പഴമായിരുന്നു. ഇപ്പോൾ പിന്നെ ഈ സീതാരങ്ങ പഴത്തിന് അങ്ങനെ ഒരു ഇതുണ്ട്, പ്രായമാവും തോറും സീതാരങ്ങ പഴത്തിൻ്റെ വലിപ്പം കുറയും. ഫസ്റ്റൊക്കെ വലിയ പഴമായിരുന്നു. ഇപ്പോഴും വലിയ പഴമൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. നല്ല മധുരമാണ് സീതാരങ്ങ പഴം. കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തേക്ക് രാത്രി മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് മുരിങ്ങക്കായും പരിപ്പും തക്കാളിയും സാരിക ചേച്ചി തന്നതുണ്ടല്ലോ, അതിൽ നാടൻ കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മുട്ട റോസ്റ്റിനുള്ള സാധാരണ വയ്ക്കും പോലെ സവോള തക്കാളി വഴറ്റണു, ജീരകം ഇടണു, അങ്ങനെ എപ്പോഴും വയ്ക്കും പോലെ തന്നെ. എൻ്റെ മൺചട്ടിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അതായത് ചട്ടി ചൂടാവണതിന് മുന്നേ കൊണ്ടേ എണ്ണ വെച്ചു, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അത് ചൂടായിക്കോളും, കുറച്ച് സമയം എടുക്കുന്നു മാത്രം. ഈ മൺചട്ടിയൊക്കെ ചൂടാവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. പിന്നെ ഗ്യാസിലാകുമ്പോൾ പിന്നെ കുറച്ചും കൂടെ പതുക്കെയല്ലാവുള്ളൂ. അടുപ്പിലാകുമ്പോൾ പെട്ടെന്നാവും. ഞാൻ സീസൺ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ മൺചട്ടി, ഇപ്പോഴും കണ്ടോ അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു വിള്ളലോ അങ്ങനെ ഒന്നുമില്ല. ഇങ്ങനെ ഗ്യാസിൽ വെക്കുമ്പോൾ മൺചട്ടിയുടെ അടിഭാഗമൊക്കെ വിള്ളൽ വരുന്നു പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ വിള്ളലൊന്നും വന്നിട്ടില്ല. ഞാൻ അടിഭാഗം കാണിച്ചു തരാം ഇനിയൊരു വീഡിയോയിൽ. എൻ്റെ മൺചട്ടി നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ എല്ലാ കറികളും, പറ്റാവുന്ന എല്ലാ കറികളും, മീനാണെങ്കിലും ചിക്കനാണെങ്കിലും വെജിറ്റബിൾ ആണെങ്കിലും ഉപ്പേരികളാണെങ്കിലും എല്ലാം ഞാൻ എൻ്റെ ഈ മൺചട്ടിയിൽ വെക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, ഒട്ടിപ്പിടിക്കാനോ അടി പിടിക്കാനോ ഒന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ. ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കട്ടെ. രാവിലെ മാത്രമേ ഞാൻ ടിഫൻ ഉണ്ടാക്കാറുള്ളൂ. രാത്രിക്കും ഉച്ചയ്ക്കും എപ്പോഴും ചോറ്. രാത്രിക്ക് മെയിനായിട്ട് ചോറ് നിർബന്ധമാണ്. എനിക്കും ചോറ് തന്നെ വേണം. അങ്ങനെ എനിക്ക് പലഹാരം കഴിക്കണതിലൊന്നും യാതൊരു
വിട്ടുവീഴ്ചയും ഉണ്ടാവാറില്ല. ചോറ് തന്നെ നിർബന്ധമാണ്. എന്നെ കാണുമ്പോൾ അറിയുണ്ടാവും എന്ന് വിചാരിക്കുന്നത്, ചോറില്ലാതെ ഒന്നും പറ്റൂല. അപ്പോൾ രാത്രി ചോറാണ്. രാവിലെ ഉണ്ടാക്കിയ ദോശ കണ്ടോ ഇരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഞാൻ രാത്രിയും കൂടെ ടിഫിൻ ഉണ്ടാക്കുന്നത്? എന്തുണ്ടാക്കിയാലും ബാക്കിയാണ്. രാവിലത്തെ ടിഫനേ കുറച്ച് തന്നെ ഉണ്ടാക്കുകയുള്ളൂ. ഇവർ അച്ഛനും മക്കൾക്കുള്ളത്. എനിക്ക് ചോറ് വയ്ക്കും. രാവിലെ ഞാൻ ചോറ് വയ്ക്കും, ഉച്ചയ്ക്ക് ഞാൻ ചോറ് വയ്ക്കും, രാത്രി ഞാൻ ചോറ് വയ്ക്കും. എനിക്ക് ചോറ് നിർബന്ധമാണ്. ഇല്ലെങ്കിലേ നമ്മൾ കഴിച്ചതായിട്ട് തോന്നില്ല. പാലക്കാടിൻ്റെ ചൂടറിയാലോ. ഇത്ര നേരം ഫാൻ ഇടാണ്ടാണ് വോയിസ് ഓവർ ചെയ്തത്. പക്ഷേ നല്ല ചൂട്. അതുകൊണ്ട് ഞാൻ ഇത്തിരി ഫാൻ ഇട്ടിട്ടുണ്ട്. ഫാനിൻ്റെ സൗണ്ട് ചെറുതായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. കുഴപ്പമൊന്നുമില്ല, വോയിസിൽ വലിയ പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരാൾക്ക് 2 മുട്ട വെച്ചിട്ടാണ് ഇന്ന് വൈകുന്നേരം. കാരണം വേറെ ഒന്നുമില്ല. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പേരിയോ സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ മുട്ട കൊതിയന്മാർ എന്ന് പറഞ്ഞാൽ വരിക്കുട്ടിയും ഏട്ടനും ഭയങ്കര മുട്ട കൊതിയന്മാരാണ്. 2 ആൾക്കും മുട്ട ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടനാണെങ്കിൽ ഇങ്ങനെ ഉണ്ടെങ്കിലേ ഫ്രിഡ്ജിൽ മുട്ട കണ്ട അപ്പോൾ വെറുതെ വറുത്ത് പുളിസൊക്കെ ഇട്ട് കഴിച്ചുകൊണ്ടിരിക്കും. വരിക്കുട്ടിയും അതേപോലെ തന്നെയാണ്. പക്ഷെ കുഞ്ഞിക്ക് അങ്ങനെ മുട്ടയോടൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. എങ്കിലും പുഴുങ്ങിയ മുട്ടയൊക്കെ കഴിക്കും. അപ്പോൾ 2 മുട്ട ഒരാൾക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 മുട്ട ഇട്ടിട്ടാണ് ഇന്നത്തെ മുട്ട റോസ്റ്റ്. അങ്ങനെ കൈയോടെ തന്നെ അവിടെ ഒക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. വലിയ അലങ്കോലമൊന്നും ഇല്ല. അപ്പോൾ ഉള്ളതിനെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ചോറ് വാർത്ത് വെച്ചതിനൊന്ന് നിവർത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് തുണി മടക്കി വയ്ക്കാനുണ്ട്. കുറച്ച് കാട് പറയുന്നുണ്ടല്ലോ കുറച്ച് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കിയിട്ട് അപ്പുറത്തെ അലമാരയിലേക്കുള്ളത് അപ്പുറത്തും ഇപ്പുറത്തുള്ളത് ഇപ്പുറത്തായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ മടക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുഞ്ഞു വീഡിയോ ആണ്, ഒന്നുമില്ല. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. വീഡിയോ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ ഞങ്ങളുടെ റൂമിലാണ്, ഈ ദിവാനിലാണ് തുണികൾ ഇട്ട് വയ്ക്കുന്നത് കേട്ടോ. ഇതാകുമ്പോൾ ശല്യമില്ല, ആരുടെയും ശല്യമില്ലല്ലോ. അതവിടെ ഒരു ഭാഗത്ത് ഇരുന്നോളും. അതിൽ കിടക്കണമെന്നൊന്നുമില്ലല്ലോ. പിന്നെ ഇന്നലെ പുതപ്പൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം മടക്കി വയ്ക്കാനുണ്ട്. അങ്ങനെ ആ റൂമിലേക്കുള്ളതാണ്. ഏട്ടൻ്റെയും കുട്ടികളുടെ ഡ്രസ്സ് അപ്പുറത്തെ റൂമിലെ അലമാരയിലാണ്. പിന്നെ എൻ്റെയൊക്കെ ഇവിടെ തന്നെ പെട്ടെന്ന് മടക്കി കഴിയുന്നുണ്ട് അല്ലേ. അത് ഡെയിലി വലിച്ചിടുന്നതല്ലേ. അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ മടക്കിയാൽ മതി. അങ്ങനെ ഒരുപാട് മടക്കിയൊന്നും എടുത്തേക്കണ്ട. എപ്പോഴും എടുക്കുന്ന ഡ്രസ്സാണ്. അപ്പോൾ ഒരു വിധത്തിൽ ഞാൻ അങ്ങോട്ട് മടക്കി വയ്ക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. ഒന്നാമത് ഈ തുണി മടക്കണ പണി ഭയങ്കര മടിയുള്ള പണിയാണ്. അപ്പോൾ കൊണ്ടുപോയി വയ്ക്കട്ടെ. ടാറ്റാ.